അർത്തുങ്കൽ പള്ളിയില് തിരുനാള് വന്നല്ലോ, ഒരു നല്ല കോളുതാ കടലമ്മേ, ഒരു നല്ല കോളുതാ കടലമ്മേ. ഇത് 1965 ഇറങ്ങിയ ചെമ്മീൻ എന്ന സിനിമയിലെ ഗാനമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളിവിടെ ഈ പറയുന്നത് അർത്തിങ്കൽ വെളുത്തച്ഛൻ എന്നറിയപ്പെടുന്ന സെബസ്റ്റ്യാനോസ് പുണ്യാളന്റെ വലിയൊരു സമ്മാനമായി ഈശോയ്ക്ക് കൊടുത്ത ഒരു കുടുംബത്തെ നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ്. ജീസസ് യൂത്തിലൂടെ അവർക്ക് ലഭിച്ച ആ കൂട്ടായ്മയിലൂടെ അവർക്ക് ലഭിച്ച ബോധ്യങ്ങളും അനുഭവങ്ങളും വെച്ച് ഒരു കുടുംബത്തെ എങ്ങനെ നിർമ്മിക്കാം, ഒരു കുടുംബത്തിൽ എങ്ങനെ യേശുവിന് സാക്ഷ്യമാകാം എന്ന് വെളിവാക്കുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു കുടുംബത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് പോകാം. എൻ്റെ പേര് സുജിമോൻ. അർത്തുങ്കൽ വെളുത്തച്ഛൻ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാർത്തിസ് നിറഞ്ഞു നിൽക്കുന്ന, കടലിൻ്റെ നിറവും മണവും നിറഞ്ഞു നിൽക്കുന്ന ഒരു അർത്തുങ്കൽക്കാരനാണ് ഞാൻ. എനിക്ക് ഭാര്യയും 5 മക്കളുമുണ്ട്. അതിലൊരാൾ സ്വർഗത്തിലാണ്. എൻ്റെ മാതാപിതാക്കളുമായിട്ടാണ് ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഞാനൊരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ 15 വർഷക്കാലം എഞ്ചിനീയറായി ജോലി ചെയ്തതിന് ശേഷം രാജിവെച്ച് സംരംഭകനായ വ്യക്തിയാണ്. എൻ്റെ ഈ ഒരു സംരംഭം തുടങ്ങുന്നതിന് പിന്നിൽ കർത്താവിൻ്റെ വ്യക്തമായ ഒരു കരമുണ്ടെന്നുള്ളത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ജീസസ് യൂത്താണ്. ഞാൻ ജീസസ് യൂത്ത് ആയതിന് പിന്നിലും ഒരു ദൈവാനുഭവമുണ്ട്. ഞാൻ എൻ്റെ എൻജിനീയറിംഗ് പഠനം നടത്തിയത് കണ്ണൂരാണ്. ആ കോളേജിൽ പഠിക്കുമ്പോൾ 1-ാം വർഷത്തെ ബാച്ച് റെപ്രസെൻറ്റേറ്റീവായി SFIയുടെ കാൻഡിഡേറ്റായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ഒരു ജീസസ് യൂത്തായ സുഹൃത്ത് എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യപ്പെടുത്തി ഒരു ജീസസ് യൂത്ത് 3 ഡേയ്സ് കോൺഫറൻസിൽ എന്നെ വിളിച്ചുകൊണ്ട് പോവുകയും അവിടെ നടന്ന കുംഭസാരത്തിലാണ് ഞാൻ എൻ്റെ ഈശോയെ വ്യക്തിപരമായി കണ്ടുമുട്ടിയത്. ഒരു ജീസസ് എൻകൗണ്ടർ ഉണ്ടായത് ആ ഒരു പ്രോഗ്രാമിൽ വെച്ചാണ്, അവിടെ നടന്ന കുംഭസാരത്തിൽ വെച്ച്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ഈശോയുടെ വചനം ഞാനന്ന് നേരിട്ട് അനുഭവിച്ചു. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒത്തിരി ഭാരങ്ങൾ ആ കുംഭസാരത്തിൽ ഈശോ എടുത്തു മാറ്റി. ഞാൻ ശരിക്കും ഒരു എയറിൽ ഫ്ലോട്ട് ചെയ്തൊരു അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വീണും എഴുന്നേറ്റും ഈശോയുടെ ഒപ്പമാണ് ഇന്ന് വരെയുള്ള എൻ്റെ നടത്തം. കർത്താവ് എന്നെ ഒത്തിരി മനോഹരമായി കൈപിടിച്ച് നടത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കോളേജ് പഠനകാലത്തിൻ്റെ അവസാനം ആ കോളേജിലെ ജീസസ് യൂത്തിൻ്റെ പ്രയർ ഗ്രൂപ്പ് ലീഡറായിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത്. ഞാൻ തിരിച്ച് ചേർത്തലയിൽ വരുമ്പോൾ ജീസസ് യൂത്ത് ചേർത്തല സോണിൻ്റെ ഭാഗമായ അർത്തുങ്കൽ ദേവാലയത്തിൻ്റെ ഇടവക ഗ്രൂപ്പിൻ്റെ പ്രയർ ഗ്രൂപ്പ് ലീഡറായി. അതിനുശേഷം ഞാൻ ചേർത്തല സോണിൻ്റെ കോർഡിനേറ്ററായി, ജീസസ് യൂത്ത് കോർഡിനേറ്ററായി ചേർത്തല സോണിൻ്റെ. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി എൻ്റെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളും ഒക്കെ മാറ്റിയെടുത്തത് ഈ മുന്നേറ്റത്തിലൂടെ എനിക്ക് കിട്ടിയ ഫോർമേഷനായിരുന്നു. ജീസസ് യൂത്തിൻ്റെ ചേട്ടന്മാരോടൊപ്പവും ചേച്ചിമാരോടൊപ്പവും ഒക്കെ നടന്ന് കിട്ടിയ അനുഭവങ്ങളാണ് ഈശോയിൽ കൂടുതൽ ആഴപ്പെട്ട് വളരാനും ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ ഒരു സന്തോഷത്തോടെ ഇതിനേക്കാളും വലിയ ദൈവമാണ് എനിക്കുള്ളതെന്നുള്ള ആ വലിയ കാഴ്ചപ്പാടൊക്കെ നേരിടാൻ എന്നെ സഹായിച്ചു. എനിക്ക് എപ്പോഴും സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, രക്തബന്ധത്തേക്കാൾ വലിയ വ്യക്തിബന്ധങ്ങൾ സമ്മാനിച്ച ഒരു മുന്നേറ്റമാണ് എൻ്റെ ജീസസ് യൂത്ത് മുന്നേറ്റം. അതിന്നും ഒത്തിരി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ബന്ധങ്ങൾ എനിക്കുണ്ട്. ഞാൻ ജീസസ് യൂത്ത് ചേർത്തല സോണിൻ്റെ കോർഡിനേറ്റർ ആയിരുന്ന കാലത്തും ഞാൻ അർത്തുങ്കൽ ദേവാലയത്തിലെ പ്രയർ ഗ്രൂപ്പ് ലീഡറായിരുന്ന കാലത്തുമൊക്കെ അടുക്കള വഴിയുള്ള ബന്ധം എനിക്കുണ്ടായിരുന്നു. അടുക്കള വഴിയുള്ള ബന്ധമെന്ന് പറയുമ്പം സന്ദർശകർ കയറുന്നത് പൂമുഖവാതിലൂടെയാണ്, എന്നാൽ വീട്ടുകാരാണ് അടുക്കള വാതിലൂടെ കയറുന്നത്. അങ്ങനെ അടുക്കള വഴി കയറി ചെല്ലാൻ പറ്റുന്ന ബന്ധമുണ്ടായിരുന്ന ഒത്തിരി ഭവനങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, സമ്മാനിച്ചിട്ടുണ്ട് എൻ്റെ ജീസസ് യൂത്തിലെ ഈ ചേർത്തല സോണിലെ കോർഡിനേറ്റർഷിപ്പ് കാലഘട്ടം. ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തേക്ക് പോയപ്പോഴും ഞാൻ ആ ജോലിയുടെ ഭാഗമായി രാജ്യത്തിൽ നിന്നും എന്നെ പുറത്ത്
ഒരു ആഫ്രിക്കൻ രാജ്യത്ത് ജോലി ചെയ്യാൻ പോയ സമയത്തൊക്കെ കർത്താവ് എന്നെ മനോഹരമായി അവൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ആഫ്രിക്കൻ ഐലൻഡിൽ ഉള്ള ഒരു ചെറിയ രാജ്യത്തിലേക്ക് ഇന്ത്യ ഗവൺമെൻറ് റെപ്രസെൻ്റ് ചെയ്ത് അവിടുത്തെ ഒരു ട്രെയിനിങ് സെൻറ്ററിൻ്റെ കോർഡിനേഷന് പോയപ്പം ആ രാജ്യത്തെ പ്രസിഡന്റിനോടൊപ്പം കോഫ് പിടിക്കാനുള്ള അവസരം വരെ കിട്ടിയിട്ടുണ്ട്. അവിടെ പെസഹ വ്യാഴാഴ്ച 11 ശിഷ്യന്മാരുടെ കാല് കഴുകാനായിട്ട് അവിടെ ദേവാലയത്തിൽ പുരുഷന്മാരുണ്ടായിരുന്നുള്ളൂ. 12ാമനായി ഉണ്ടായിരുന്നത് ഞാനായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ആഫ്രിക്കൻ വനിത എന്നോട് വന്ന് ആവശ്യപ്പെട്ടു, അച്ഛൻ്റെ കാൽ കഴുകൽ ശുശ്രൂഷയ്ക്ക് 12ാമനായി നിങ്ങളും പങ്കെടുക്കണം. അങ്ങനെ ആ ഒരു വിദേശ രാജ്യത്തെ കാൽ കഴുകൽ ശുശ്രൂഷയ്ക്ക് പോലും പെസഹ വ്യാഴാഴ്ച കർത്താവ് എന്നെ അവിടെ അതിന് ഒരവസരം ഒരുക്കി തന്നു. അവിടെ നടന്ന ദുഃഖവെള്ളിയാഴ്ച കുർബാനയിൽ, അവിടുത്തെ ശുശ്രൂഷയിൽ അവിടെ വന്നൊരു ഫ്രഞ്ച് വൈദികനെടുത്ത് എൻ്റെ മുറി ഇംഗ്ലീഷിൽ കുമ്പസാരിക്കാനുള്ള അവസരം വരെ കർത്താവ് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ തിരിച്ചു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ജീസസ് യൂത്ത് മുന്നേറ്റത്തിലൂടെ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ നിമിഷം മുതൽ മറ്റുള്ളവർക്ക് കിട്ടാത്ത, എനിക്കൊരിക്കലും യോഗ്യതയില്ലായിരുന്ന, അർഹതപ്പെടാത്ത ഒത്തിരി സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളൊക്കെ കർത്താവ് എനിക്ക് അനുഭവിക്കാൻ ഇടവരുത്തിയിട്ടുണ്ട്. ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് കേരളത്തിന് വെളിയിൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിൽ വരെ ജോലി ചെയ്തപ്പോഴൊക്കെ കിട്ടിയ പ്രിവിലേജസ് മറ്റാർക്കും കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. അവിടെ കിട്ടിയ ബന്ധങ്ങൾ, അവിടുത്തെ മനുഷ്യരോട് ഇടപെടാൻ തന്ന അവസരങ്ങൾ, അവിടെയൊക്കെ ഈശോയെ കൊടുക്കാനായിട്ട് തന്ന അവസരങ്ങളൊക്കെ അത് മറ്റാർക്കും കിട്ടാത്തതാണെന്ന് ഞാൻ ഇന്ന് സന്തോഷത്തോടെ ഓർക്കുന്നു. ഞാൻ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലൂടെയും യാത്ര ചെയ്ത സമയത്തൊക്കെ ഞാനിങ്ങനെ ഉള്ളിൽ പറയും, എൻ്റെ ഈശോയെ, ഈ പോയ വഴികളിലൊക്കെ നിൻ്റെ വചനം നീ വിതരണമെന്ന് പ്രാർത്ഥിച്ച സമയത്തൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴൊക്കെ അവിടെ കാലുമേച്ച് നടന്ന ചെറിയ കുട്ടികളുടെ കഴുത്തിൽ കിടന്ന ഒരു ജപമാലയോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും സന്യാസി സമൂഹങ്ങളെ സ്ഥാപിച്ച ഒരു കോൺവെന്റുകളൊക്കെ ഞാൻ കണ്ടപ്പോഴൊക്കെ ഉള്ളിൽ ഒത്തിരി സന്തോഷം വന്നിട്ടുണ്ട്. കർത്താവെ, നീ എത്രയോ മുന്നേ തന്നെ മിഷണറിലെ നീ ഇവിടെ അയച്ചിട്ടുണ്ടല്ലോ. ഒത്തിരി സ്ഥലങ്ങളിലൂടെ പോയപ്പോഴും ഒത്തിരി മനുഷ്യരോട് ഇടപെട്ടപ്പോഴൊക്കെ കർത്താവ് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചായിട്ട് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ഞാനൊരു സംരംഭകനാകാനായിട്ടുള്ള യാത്ര ഞാൻ പോലും അറിയാതെ സംഭവിച്ചതാണ്. എന്നിൽ തന്നെ ഒരു സംരംഭകൻ ഉണ്ടെന്നുള്ളത് എന്നെ തിരിച്ചറിയാനും കർത്താവ് ഈ നീണ്ട യാത്രയിൽ എന്നെ അങ്ങനെ ആക്കി തീർക്കാൻ ഇടവരുത്തി എന്നുള്ളതാണ്. ഞാനൊരു സംരംഭകനായി അല്ലെങ്കിൽ സംരംഭകനാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് പെട്ടെന്ന് ലഭിച്ചതല്ല. എൻ്റെ ഈ ഒരു ജീവിത യാത്രയിൽ കർത്താവ് എന്നെ ബോധ്യപ്പെടുത്തി തന്നാണ്, എൻ്റെ വഴികളിലൂടെ എന്നെ പടിപടിയായി മനസ്സിലാക്കി തന്നാണ് ഈ ഒരു സംരംഭകനായിട്ടുള്ള എൻ്റെ ഒരു യാത്ര. ഞാനൊരു സംരംഭകനായി അല്ലെങ്കിൽ ഒരു സംരംഭകനാകുന്നതിലേക്കുള്ള എൻ്റെ ഒരു യാത്ര പെട്ടെന്നുണ്ടായതല്ല. കർത്താവ് എന്നെ പടിപടിയായി ഒരു സംരംഭകത്വത്തിലേക്ക് എന്നെ നയിച്ചതാണ്. അല്ലെങ്കിൽ തന്നെ ഒരു എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്തതിന് ശേഷം അതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത ഒരു മത്സ്യ സംസ്കരണത്തിൻ്റെ ഒരു സംരംഭത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് ആളുകൾക്ക് പെട്ടെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. പക്ഷേ കർത്താവ് എന്നെ പടിപടിയായി അതിലേക്ക് നയിച്ചതാണ്. ഒരു എൻജിനീയർ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ മുന്നിൽ വന്ന ചില പ്രോബ്ലംസിനെയാണ് ഞാനൊരു സൊല്യൂഷനായിട്ട് കാണാനായിട്ട് ശ്രമിച്ചത്. നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണ വസ്തുക്കൾ കിട്ടേണ്ടത് എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ്. പക്ഷെ നമുക്കത് കിട്ടുന്നത് വലിയ പാടുമാണ്. എൻ്റെ ഭവനത്തിലേക്ക് വിഷമില്ലാത്ത ഭക്ഷണ വസ്തുക്കൾ കിട്ടാനായിട്ടുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ഈ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായത്. അങ്ങനെയാണ് കർത്താവ് പതുക്കെ ആ മേഖലയിലേക്ക് എന്നെ നയിച്ചതും അതിനായിട്ട് എനിക്ക് ഒത്തിരി സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഒക്കെ അതിനായിട്ട് ഒരുക്കി തന്നു. എൻ്റെ ജീസസ് യൂത്ത് ജീവിതത്തിൽ എൻ്റെ കോളേജിലെ പഠനമെല്ലാം കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് 2.5 വർഷക്കാലത്തോളം ജോലി ചെയ്തു. അതിനുശേഷമാണ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി കിട്ടിപ്പോയത്.
ഒരു വൈദികനാവണം എന്നുള്ളൊരു ആഗ്രഹം വീട്ടിൽ പങ്കുവെച്ചൊരു കാലമുണ്ട്. എൻ്റെ വീട്ടുകാർക്കെല്ലാം ഒരു ഞെട്ടലായിരുന്നു വൈദികനാകാനായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം പങ്കുവെച്ചത്. പക്ഷേ കർത്താവ് എൻ്റെ ജീവിതാന്തസ് എന്താണെന്ന് കാണിച്ചു തന്നതൊക്കെ എനിക്ക് മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. ഒരു ദിവസം രാത്രി എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാനൊരു പെൺകുട്ടിയെ പറ്റി അന്വേഷിക്കാൻ പറഞ്ഞത് അന്വേഷിച്ചു, പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു ആ പെൺകുട്ടിയെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ നിന്നോട് പങ്കുവയ്ക്കണം. അങ്ങനെ അവൻ എന്നോട് ഈ പെൺകുട്ടിയെ പറ്റി പറഞ്ഞു. പെൺകുട്ടി എൻ്റെ നാട്ടുകാർ തന്നെയാണ്, പക്ഷെ ഞാൻ ആ പെൺകുട്ടിയെ പറ്റി കേട്ടിട്ട് പോലുമില്ല. അതൊരു ജീസൂത്താണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ആ ജീസൂത്തിനെ കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല. പക്ഷെ ഞാനെന്ന് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഈശോയോട് ചോദിച്ചു. ഈശോ വളരെ വ്യക്തമായി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഈശോ എനിക്ക് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പെൺകുട്ടിയാണത്. ഞാൻ വളരെ ബോധ്യത്തോടെയാണ് ആ കർത്താവ് പറഞ്ഞ ആ തീരുമാനത്തെ ഏറ്റെടുത്തു. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പങ്കുവച്ചു, ഞാനിങ്ങനെ ഒരു പ്രപ്പോസൽ എനിക്ക് വന്ന കാര്യം പങ്കുവച്ചു. അവർ ആ പെൺകുട്ടിയെ കാണാനായിട്ട് അവരുടെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ ഈ കാണുന്നതിന് മുന്നോടിയായിട്ട് എൻ്റെ ഒരു മ്യൂച്വൽ ഫ്രണ്ട്, ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു മ്യൂച്വൽ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു വിവാഹാലോചനയ്ക്ക് പോകുന്ന അറിഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, പെൺകുട്ടിയോട് ഞാൻ കാണാൻ ചെല്ലുന്നതുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് തയ്യാറെടുക്കാൻ പറഞ്ഞു. എൻ്റെ 2-3 സുഹൃത്തുക്കളോടും ജീസൂസ് സുഹൃത്തുക്കളോടും ഞാൻ പറഞ്ഞു, ഉപവസിച്ച് പ്രാർത്ഥിച്ച് തയ്യാറെടുക്കാം. ഞാൻ ആ പെൺകുട്ടിയെ കാണാൻ ചെന്നു. ഒരു വലിയൊരു ആഘോഷത്തിൻ്റെ അവസ്ഥയിലായിരുന്നു പെൺവീട്ടുകാർ. കുറേ കാലമായി ഒരു കല്യാണാലോചനയും ഉറക്കാതെ ഇതിലെങ്കിലും കല്യാണം നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ നിൽക്കുന്ന ബന്ധുക്കാരെല്ലാം ഉള്ളൊരു ദിവസത്തേക്കാണ്, ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ചെന്നത്. ഞങ്ങളത് ഒരു 3/4 മണിക്കൂറോളം ഞങ്ങളുടെ സ്വപ്നങ്ങളും ചിന്തകളൊക്കെ പങ്കുവച്ചു, പ്രാർത്ഥിച്ചു തുടങ്ങി, പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. ആ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് നിന്നെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. എൻ്റെ പെണ്ണുകാണൽ ചടങ്ങിൽ കർത്താവ് എനിക്ക് അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസമായി എൻ്റെ ജീവിതത്തിലേക്ക് തന്ന സമ്മാനമാണ് എൻ്റെ അടുത്തിരിക്കുന്ന ആൻസി. ഹസ്ബൻഡ് ഈ ജോലി, അതായത് നല്ല സാലറി ഉള്ളൊരു ജോലി വേണ്ടെന്ന് വെക്കാനുള്ള ഒരു കാര്യം തന്നെ നമ്മൾ ആ വിവാഹം എന്ന കൂതാശയോട് എടുത്ത കമ്മിറ്റ്മെൻ്റ് ആണ്. അതായത് ഒരുമിച്ച് ജീവിക്കാൻ സാഹചര്യം വരില്ല, അല്ലെങ്കിൽ മക്കളെ വളർത്താനുള്ള സാഹചര്യം പ്രോബ്ലം ആണ് എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഒരു പ്രാർത്ഥനയിലൂടെ ഡിസേൺമെൻ്റ് എടുത്ത് നമ്മളത് ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അപ്പോൾ തീരുമാനം ആ ജോലി വിടുമ്പോഴും നമുക്കൊരു ചിന്തയില്ല എന്തായി തീരും എന്ന്. കർത്താവ് നയിക്കും, അതനുസരിച്ച് പോകാം. കർത്താവ് നമുക്ക് ടാലന്റുകൾ തന്നിട്ടുണ്ട്. 5 തന്നെങ്കിൽ 10 കൊടുക്കണം, 2 തന്നെങ്കിൽ 4 കൊടുക്കണം. ഈ ഒരു കാഴ്ചപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ. അധ്വാനിക്കാൻ തയ്യാറായിരുന്നു. ഹസ്ബൻഡ് റിസൈൻ ചെയ്ത് വരുമ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ വരുമായിരിക്കും, പക്ഷെ അത് കർത്താവിൻ്റെ സമൃദ്ധിയിൽ തരുന്ന സമൃദ്ധിയിൽ അത് മാറും എന്ന വിശ്വാസമുണ്ട്. പക്ഷെ ആ ബേർഡന്റെ ഒരു ഫീലിനേക്കാളും നമുക്ക് സന്തോഷമാണ് തോന്നിയത്. കാരണം ഹസ്ബൻഡിനെ നഷ്ടപ്പെടുന്നില്ല, ഹസ്ബൻഡിന്റെ ആരോഗ്യത്തിന് കുഴപ്പം വരുന്നില്ല, ഹസ്ബൻഡ് അവൈലബിൾ ആണ് പാരന്റ് ആയിട്ട് എൻ്റെ മക്കളെ വളർത്താൻ, എൻ്റെ കൂടെ ഉണ്ട്. ആ ഒരു സന്തോഷത്തിന് തമ്പുരാൻ വില തരും എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട്, അവിടുത്തെ ബിരിയാണിയേക്കാൾ നല്ലത് ഇവിടുത്തെ കഞ്ഞിയാണ്. അതായത് ഒരു ദൂരനാട്ടില് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ഇവിടെ വന്ന് നല്ല സമൃദ്ധിയായിട്ട് ജീവിക്കുന്ന അങ്ങനെ ഒരു ലൗകിക സമൃദ്ധിയെക്കാളും ഇത്തിരി ബുദ്ധിമുട്ടിലാണെങ്കിലും സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ള ഒരു കാര്യം കർത്താവ് ആ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് 2 പേർക്കും നേരത്തെ തന്നെ തന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും, സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ സാധ്യത കണ്ടെങ്കിലും നമ്മളത് കാര്യമായിട്ട് എടുത്തില്ല. അവിടെയും ഈശോയുടെ സ്നേഹം ഉൾക്കൊള്ളാനും ഈശോ ഞങ്ങൾ തരുന്ന സ്നേഹം പങ്കുവയ്ക്കാനും ഒരു അവസരമായിട്ട് അതിനെ കണക്കാക്കി നമ്മൾ. പിന്നെ ആദ്യത്തെ സ്റ്റേജിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് മീൻ ഫ്രഷ് ആയിട്ട് എടുത്ത് സപ്ലൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആദ്യം അങ്ങനെയായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ സമയത്ത് ഒത്തിരി ഹസ്ബൻഡിനെ ആ തരത്തിലേക്ക് ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ എൻ്റെ ഒരു ജോലി, ഡോക്ടർ എന്നുള്ള ഒരു നിലയ്ക്കുള്ള ജോലിയുടെ ഒരു സ്റ്റാറ്റസ് ഒന്നും അവിടെ ഒരു വിഷയമല്ല. കാരണം ഹസ്ബൻഡ് കൂടെ ആയിരിക്കാനും ഈശോയുടെ ഒരു മിഷൻ, അതായത് ഞങ്ങളുടെ മക്കളെ വളർത്തി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട ഒരു മിഷനുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആ ഒരു തീഷ്ണതയിലാണ് ഒരുമിച്ച് ഏത് തരത്തിലേക്ക് പോകാനും എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറായിട്ടായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് മീൻ ആദ്യം നമ്മൾ വീട്ടിൽ ഞങ്ങൾ കൊണ്ടുവന്ന വണ്ടിയിൽ സപ്ലൈ ചെയ്യുമായിരുന്നു. വീട്ടിൽ വന്ന് വാങ്ങിക്കുമായിരുന്നു. ആ റോഡ് സൈഡിലിട്ട് കുറച്ചൊരു എനിക്കൊരു 1-2 months അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാനും അവിടെ ചെന്ന് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചിരുന്നു. അവിടെ ഒന്നും അതൊരു പോരായ്മയായിട്ടോ ഒരു നാണക്കേടിൻ്റെ ഒരു അവസ്ഥയൊന്നും ഇല്ലായിരുന്നു. കാരണം പലരും എന്നെ അറിയാവുന്ന ഡോക്ടറാണെന്ന് അറിയാവുന്നവരൊക്കെ പാസ് ചെയ്തിട്ടുണ്ട്, എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് ഒരു
സാക്ഷിയായിട്ട് തന്നെയാണ് നമ്മൾ വിചാരിച്ചത്. കാരണം ഈശോയ്ക്ക് ആ സ്വർഗസ്നായ ദൈവം ഈശോയ്ക്ക് അവിടെ നിന്ന് നമ്മളുടെ അടുത്തേക്ക് വരാമെങ്കിൽ എനിക്ക് എന്തിനാണ് ഒരു ജോലിയുടെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ്? എനിക്ക് എൻ്റെ ആവശ്യമില്ല. എൻ്റെ കൂടെ ഈശോ ഉണ്ട്, ആ ഈശോ തന്ന കുടുംബമാണ്, അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞങ്ങൾ രണ്ടുപേരും എന്നെ കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് 5 മക്കളാണ്. ഒരാൾ സ്വർഗത്തിലാണ്. ഇത് മൂത്ത മോള് മെറിൻ, ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മോള് ജൂലിയ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തെ മോൻ സ്റ്റെഫാൻ, ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 4ാമത്തെ മോള് ബെല്ല, ഇപ്പോൾ LKG പഠിക്കുന്നു. ഞങ്ങള് മക്കളെ വളർത്തുന്നതിൻ്റെ ഒരു ചലഞ്ച് ഈശോടൊപ്പമാണ് നേരിടുന്നത്. ചലഞ്ച് എന്ന് പറയാനില്ല, കാരണം നമ്മൾ ഈശോയുടെ കയ്യിൽ നിന്നാണല്ലോ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഓരോ കുഞ്ഞിനെ തരുന്നതോടൊപ്പം നമുക്ക് ആ ഒരു പക്വതയും ആ ഒരു കഴിവും കുഞ്ഞുങ്ങളെ വളർത്താനുള്ള കഴിവും എല്ലാം ഈശോ തരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാറുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് ഞങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഞങ്ങൾ മക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അവരെ വളർത്താനായിട്ടുള്ളൊരു ഉത്തരവാദിത്തം എടുക്കുമ്പോൾ ദൈവം ഓരോ മക്കളെ തരുമ്പോഴും അവരെ പരിപാലിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട ചലഞ്ചസ് നേരിടാനും ഒക്കെയുള്ള കൃപ തരുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ മക്കളെ പറ്റിയുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഇന്ന സ്ഥാനമാനത്ത് എത്തണമെന്നോ അല്ലെങ്കിൽ ഒരാളായി തീരണമെന്നോ അതിനേക്കാളും ഈശോ എന്താണോ അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് അത് അവരുടെ ജീവിതത്തിലൂടെ നടക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു രീതിയിലാണ് അവരെ പാരൻറ്റിങ്ങിന് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ ഈശോയുടെ ഗൈഡൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. വചനം അനുസരിച്ച് കുട്ടികളെ വളർത്താനാണ് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുക. അപ്പോൾ അവരെ പറ്റി ഈശോയ്ക്കൊരു പദ്ധതി ഉണ്ടല്ലോ, ആ പദ്ധതിയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനായിട്ട് അവരെ ഒരുക്കാൻ, പ്രത്യേകിച്ച് അവരുടെ സ്പിരിച്വൽ ലൈഫ് അവർക്ക് ഞങ്ങളിലൂടെ ഈശോയെ കണ്ടെത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തതിനേക്കാളും ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ ഈശോയോട് എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നതെന്ന് അവർ അറിയണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. അപ്പോൾ പല കാര്യങ്ങളും ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അവർ വന്നിങ്ങനെ ചോദിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ്, എന്താണ് അവരോട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ അവർ പ്രത്യേകിച്ച് മൂത്തവർ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ, സംശയം ചോദിക്കുമ്പോൾ അത് ഈശോയെ പ്രതിയാണെന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് ഉള്ള കൃപ ഈശോ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളും അവരുടെ വളർച്ചയുടെ എല്ലാ കാര്യങ്ങളിലും ഒക്കെ ആ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് അവർക്ക് ഇട വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ പ്രാർത്ഥനയുടെ കാര്യങ്ങളായാലും ഞങ്ങൾ ഏറ്റവും ഒരു ബേസിക്കായിട്ട് അവരെ കുടുംബ പ്രാർത്ഥനയിൽ റെഗുലറായിട്ട് പരമാവധി ഒരു മുടക്കം കൂടാതെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ എൻ്റെ ജോലി സംബന്ധമായിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ മാറി മാറി പോകുമ്പോൾ ഒരു ഇടവക എന്ന് പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് പോസിബിൾ അല്ല. ഞങ്ങൾക്കൊരു ഇടവക ഉണ്ടെങ്കിലും ഞങ്ങൾ താമസിക്കുന്ന ഓരോരോ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇടവകയുടെ ആ ഒരു ഫീല് കിട്ടത്തില്ലെങ്കിലും ഞങ്ങൾ എവിടെയാണോ അവിടെ റെഗുലറായിട്ട് ഞങ്ങളെ കാറ്റഗിസം മുടക്കാതെ അവർ വിടാറുണ്ട്. പിന്നെ വിശുദ്ധന്മാരുടെ കാര്യങ്ങളൊക്കെ അവർ സംശയം ചോദിക്കുന്നതും ഒക്കെ ഞങ്ങളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. വിശുദ്ധന്മാരുടെ ജീവിതം പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ കാർട്ടൂൺസ്, സാധാരണ കാർട്ടൂൺസ് കാണുന്നേക്കാളും അവർ TV-യിൽ വിശുദ്ധരുടെ കാർട്ടൂൺസ് കാണാനും, അതുപോലെ പാട്ടുകൾ കൂടുതലായിട്ട് ഞങ്ങൾ പാട്ട് കേൾക്കുന്നത് ഈശോയുടെ പാട്ട് കൂടുതലായിട്ട് വെക്കാനും, ഈശോയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ചോസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഉണ്ട്, വെബ് സീരീസ് ഉണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുട്ടികൾക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം, കുറച്ചൊക്കെ അറിയാം. അപ്പോൾ സബ് ടൈറ്റിൽസ് വെച്ച് അവരത് മനസ്സിലാക്കും. അപ്പോൾ ഈശോയുടെ ജീവിതം കൂടുതലായിട്ട് അവരതിൽ നിന്ന്, പ്രത്യേകിച്ച് മൂത്തവർ അതിൽ നിന്ന് കൂടെ അബ്സോർബ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഈശോടൊപ്പം മുന്നോട്ട് പോകുന്നത് കൊണ്ട് കുട്ടികളെ പാരൻറ്റിങ് അത്ര ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പാരൻറ്റിങ്ങിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു ഡിസിഷനും വേറൊരാൾക്ക് വേറെ ഡിസിഷനും ഇല്ല. കുട്ടികളുടെ കാര്യത്തിൽ ഈശോടൊപ്പം ഒരു ഡിസിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു കൺഫ്യൂഷൻ ഉണ്ടായാലും ഒരു തർക്കം ഉണ്ടായാലും അത് അന്നേക്ക് പരിഹരിച്ച് അടുത്ത ദിവസം ഒത്തിരി ഒന്നും കൂടെ ഒരു സ്നേഹത്തോടും ഊർജ്ജത്തോടു കൂടിയൊക്കെ മുന്നോട്ട് പോകാനായിട്ട് ഈശോയുടെ കൃപയാൽ സാധിക്കുന്നുണ്ട്. ഞാൻ ഡോക്ടറാണ്. അപ്പോൾ ഞാൻ MBBS പഠിച്ചത് കണ്ണൂരാണ്. അപ്പോൾ
എൻ്റെ ഒരു ലൈഫ് എന്ന് വെച്ചാൽ ഞാൻ ബേസിക്കലി ആദ്യം ഇനീഷ്യലി ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു. എന്ന് വെച്ചാൽ പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാൻ നിരീശ്വരവാദത്തിലേക്ക് വന്നത്. കൂടുതലായിട്ടും ഞാൻ ചെറുപ്പം മുതലെയുള്ള എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, ഞാൻ കണ്ടുമുട്ടിയ ആളുകൾ, എൻ്റെ ബന്ധുക്കൾ, പല ഫാക്ടേഴ്സ് എന്നെ അത് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ പൊതുവിലൊരു കാര്യം എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ദൈവമില്ല എന്നൊരു വിശ്വാസത്തിലേക്ക് ഞാൻ വരാൻ കാര്യം, ഞാൻ കാണുന്നത് ഒത്തിരി പള്ളിയിൽ പോവുകയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എന്ന് പറയുന്ന വ്യക്തികൾ, അവർ ആ ഒരു സ്റ്റാൻഡേർഡ്സിൽ ജീവിക്കാതെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഉതപ്പെന്ന് പറയില്ലേ, ഒരു നെഗറ്റീവ് വിറ്റ്നസിങ് എന്ന് പറയും. അതായത് നമ്മൾ ഒരു കാര്യം പറയുകയും അതിനൊത്ത് നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഒരാൾക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അത് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കാരണം വെച്ച് ഞാൻ വിചാരിക്കുന്നു, പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നല്ല മനുഷ്യരായിട്ട് ജീവിച്ചാൽ മതി. ദൈവം എന്ന് പറയുന്നൊരു ജസ്റ്റ് ഒരു ചിന്ത മാത്രമാണ്. അപ്പോൾ അതില്ലെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം, നല്ല മനുഷ്യരായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു ചിന്തയായിരുന്നു എന്നെ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ MBBS കയറുമ്പോഴും MBBS 2-3 വർഷമൊക്കെ പഠിക്കുമ്പോഴൊക്കെ വരെ ഈ ചിന്തയായിരുന്നു. അപ്പോൾ മാത്രമല്ല, എനിക്ക് അപ്പോഴത്തേക്കും പല വ്യക്തികളിൽ നിന്നുമൊക്കെ എനിക്ക് ആ ഒരു നിരീശ്വരവാദത്തിൻ്റെ സ്വാധീനം, അതായത് ദൈവമില്ലെന്നുള്ള ആ ഒരു ചിന്താഗതി ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പള്ളിയിൽ പോകുന്നതൊക്കെ ഒഴിവാക്കിയിരുന്നു. ഞാൻ കണ്ണൂർ പഠിക്കുമ്പോഴും അവിടെ ജീസസ് യൂത്തിൻ്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സീനിയേഴ്സ് അവിടെ പ്രെയർ ഗ്രൂപ്പിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സില്ലാ മനസ്സോടെ സീനിയേഴ്സ് വിളിച്ചതിൻ്റെ ഒരു പേരിൽ മാത്രമാണ് ഞാൻ ആദ്യകാലങ്ങളിൽ ജീസസ് യൂത്ത് ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. എങ്കിൽ പോലും എനിക്ക് അതിനോട് യോജിപ്പൊന്നും ഇല്ലായിരുന്നു. ആ ബൈബിൾ ഷെയറിങ്ങിനോടോ പ്രാർത്ഥനയോടോ ഒന്നും അപ്പോഴും എൻ്റെ മനസ്സിൽ യോജിപ്പില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഈ നിരീശ്വരവാദിയായ ചിന്താഗതി എൻ്റെ ഉള്ളിലുള്ളപ്പോൾ പോലും എൻ്റെ ഉള്ളിൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. അതായത് ദൈവം ഉണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു ഭൂമി, ഒരു പ്രകൃതി എങ്ങനെ ഉണ്ടായി, നമ്മളെങ്ങനെ ഇവിടെ ഉണ്ടായി, നമ്മളുടെ പർപ്പസ് എന്താണ്? അതുപോലെ ഞാൻ ഇന്ന് രാത്രി ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ഞാൻ ജീവനോടെ ഇല്ലെങ്കിൽ, ഉറങ്ങി വരും രാവിലെ ഞാൻ സുപ്രഭാതം കാണുന്നില്ലെങ്കിൽ ഞാൻ എവിടെ പോകും, മരണത്തിന് ശേഷം എനിക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ഒരു ആകുലത എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. അപ്പം ഈ ചോദ്യങ്ങൾ അലട്ടുമ്പോൾ പോലും ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കോളേജിൽ ഒരു ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു വഴക്കുണ്ടായി. ഞങ്ങളുടെ സീനിയർ ബാച്ചുമായിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ബാച്ചും. അപ്പോൾ അവിടെ ആ വഴക്കിൻ്റെ അവസ്ഥയിൽ അവിടെ ഭയങ്കര ഒരു മനപ്രയാസം, നമുക്കവിടെ സമാധാനമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം നമ്മൾ സീനിയേഴ്സിനോട് മിണ്ടാൻ പറ്റത്തില്ല, എപ്പോഴും എല്ലാവരും മാറിയിരുന്ന് അവരോട് കുറ്റം പറയുന്നു, നേരിട്ട് കാണുമ്പോൾ വാക്ക് തർക്കങ്ങൾ ഏർപ്പെടുന്നു. അങ്ങനെ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയായിരുന്നു. മാത്രമല്ല എനിക്ക് തന്നെ ഉള്ളിൽ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൽ നേരത്തെ അലട്ടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങൾ, എനിക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അതായത് പല സാഹചര്യങ്ങൾ കൊണ്ടാണ് എനിക്കത് വന്നത്. അപ്പോൾ അതായത് എന്നെ ആർക്കും സ്നേഹിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് വലിയ എന്നെ കാണാനൊരു ഭംഗിയില്ല, അല്ലെങ്കിൽ ഞാനൊരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളല്ല എന്നൊരു ചിന്ത എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ തന്നെ എനിക്ക് ലഭിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് ഉള്ളിലപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ ഒരു രാഹിത്യം. എനിക്ക് പാരൻസൊക്കെ എന്നെ നല്ലോണം സ്നേഹിക്കുന്ന പാരൻസും ബ്രദറും ഒക്കെയാണ്. പക്ഷേ അവർ ഉള്ളപ്പോൾ പോലും എൻ്റെ ജീവിത സാഹചര്യങ്ങൾ പ്രത്യേകത മൂലവും പിന്നെ ഈ ഒരു ചെറുപ്പം മുതലേ എനിക്ക് കിട്ടിയ അനുഭവങ്ങളിൽ നിന്ന് വന്ന ഈ ഒരു അപകർഷതാ ബോധമൊക്കെ എൻ്റെ ഉള്ളിൽ സ്നേഹരാഹിത്യം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതായത് മറ്റുള്ളവരെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വഴക്കിൻ്റെ ഒരു അവസ്ഥ അവിടെ വരുന്നത്, ഹോസ്റ്റലിൽ വരുന്നത്. പക്ഷെ അവിടെ എന്നെ പിടിച്ച് ഉലച്ച ഒരു അനുഭവം എന്ന് വെച്ചാൽ, ജീസസ് യൂത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ മാത്രം ആ ഒരു വഴക്കിൻ്റെ അവസ്ഥയിലേക്ക് പോവാതെ അവർ അവിടെ മാറി നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്.
അപ്പോൾ എനിക്ക് തോന്നി ഞാൻ കാണാത്ത ഒരു തലം എൻ്റെ ലൈഫിലുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു നിഗൂഢതയും അതിൻ്റെ ബ്യൂട്ടിയും എൻ്റെ നമ്മൾ മരണാനന്തരം എന്താണെന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻസും ഒക്കെ അലട്ടുന്നതിന് ഒരു ഉത്തരമുണ്ട് എന്നുള്ളത് എനിക്ക് ഈ ഒരു അനുഭവത്തിൽ തോന്നി. കാരണം അവർ മാത്രം മാറി നിൽക്കുന്നു, അവർ മാത്രം വഴക്കിനോ ഒന്നിനും പോകുന്നില്ല. അപ്പോൾ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ആ ഒരു രീതിയിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്, ആ ഒരു അവസ്ഥ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഈശോയിലേക്ക് തിരിഞ്ഞത്. ആ വ്യക്തികളുടെ ആ ഒരു സ്നേഹത്തിലൂടെയും അവരുടെ ഒരു പെരുമാറ്റത്തിലൂടെയൊക്കെയാണ് എനിക്ക് മനസ്സിലായത് വേറൊരു തരം ലൈഫുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുണ്ടെന്ന്. അപ്പോൾ അവരിലെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരിലെ ഈശോയുടെ വെളിച്ചമാണ് ഞാൻ കണ്ടത്. അപ്പോൾ ആ വെളിച്ചം തിരക്കിയാണ് ഞാൻ പോയത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും നാൾ ഈശോ ഇല്ലാതെ അല്ലെങ്കിൽ ദൈവസ്നേഹം അനുഭവിക്കാതെ ജീവിച്ച അവസരങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർക്കും, ഉപ്പില്ലാത്ത ഭക്ഷണമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര രുചി കെട്ടതാണെന്ന് അറിയണമെങ്കിൽ അതിൽ ഉപ്പിട്ട് നോക്കണം. അപ്പോൾ ആ ദൈവസ്നേഹമാവുന്ന ഉപ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഡ് ചെയ്തപ്പോൾ ഈ സുഹൃത്തുക്കൾ വഴി, ജീസസ് യൂത്തിലെ ഈ സുഹൃത്തുക്കൾ വഴി എനിക്ക് ലഭിച്ചപ്പോഴും അത് എൻ്റെ ലൈഫ് ഒത്തിരി സ്വാധീനിയതായിട്ട് മനസ്സിലായി. അങ്ങനെ ഞാൻ ഈശോയിലേക്ക് തിരിഞ്ഞു. കൂടുതൽ പ്രയർ ഗ്രൂപ്പിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. എൻ്റെ ഗ്രൂപ്പിലുള്ള ജീസസ് യൂത്ത് ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കൾ എന്നെ സഹായിക്കാൻ തുടങ്ങി. ഞാൻ ധ്യാനം ജീസസ് യൂത്ത് അറേഞ്ച് ചെയ്ത ധ്യാനങ്ങൾ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഒത്തിരി ഈശോയുടെ സ്നേഹത്തിൽ, കത്തോലിക്ക വിശ്വാസത്തിൽ ആഴപ്പെടാൻ തുടങ്ങി. ഇതാണ് എൻ്റെ ദൈവാനുഭവം. അപ്പോൾ അന്നു മുതൽ ഞാൻ MBBSന് കയറി ഒരു 3rd ഇയർ ആയപ്പോഴാണ് ഞാൻ ഈശോയെ അറിയുന്നത്. അന്നു മുതൽ 2007 ഇന്ന് വരെ ഈശോയോടൊപ്പമാണ്. പലപ്പോഴും ഞാൻ താഴ്ന്നിട്ടുണ്ട് ഈശോയിൽ, നല്ല രീതിയിൽ ജീവിക്കും. ചിലപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ കുറവുകൾ സംഭവിക്കാറുണ്ടെങ്കിലും എപ്പോഴും ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വലിയ ഒരു അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹത്തിൻ്റെ ആ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതെൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. കാരണം അന്ന് വരെ ഞാൻ ഒറ്റയ്ക്കാണ്. വിവാഹത്തിൻ്റെ ഒരു കാര്യം വരുമ്പോഴേ ഞാൻ ഒറ്റയ്ക്കല്ല, ഒരാൾ കൂടെ വരും. അപ്പോൾ എപ്പോഴും എൻ്റെ ആഗ്രഹം, അന്ന് വരെ ഞാൻ അനുഭവിച്ച ഈശോയുടെ സ്നേഹം എനിക്കൊരിക്കലും നഷ്ടപ്പെടരുതെന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥനയിൽ എപ്പോഴും സമർപ്പിക്കുമായിരുന്നു, ഈശോ എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ ഏത് സാഹചര്യത്തിലും പോവാം, പക്ഷെ എനിക്ക് തരുന്ന വ്യക്തി, ഇപ്പം ഞാൻ വിവാഹം കഴിക്കുമ്പോൾ ആ വ്യക്തിയിലൂടെ എനിക്ക് നിന്നോട് അടുക്കാൻ മാത്രമേ അത് അനുവദിക്കാവുള്ളൂ. ഒരിക്കലും ആ വിവാഹത്തിലൂടെ ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോകുന്നൊരവസ്ഥ വരരുത്. അതിനുവേണ്ടി എനിക്ക് വേറെ ഒന്നും ഒരു വിഷയമല്ല, സാമ്പത്തികമോ അല്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെ കാഴ്ചയിൽ എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് വിഷയമല്ല. എനിക്ക് വിഷയം ഈശോയെ ആ വ്യക്തിയോടൊപ്പം എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ സാധിക്കണം ജീവിതത്തിൻ്റെ അവസാനം വരെ. അപ്പോൾ ആ ഒരു പ്രാർത്ഥന എനിക്ക് വിശ്വാസമുണ്ട് അത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് കാണും. കാരണം അങ്ങനെ ഒരു ഉത്തരമാണ് എനിക്ക് വിവാഹം എന്ന കൂദാശയിൽ ലഭിച്ചത്. കാരണം എൻ്റെ ഭർത്താവ് ഈശോയെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആ വിവാഹത്തിൻ്റെ സമയത്ത്, അതായത് ഞാൻ ഈ ഒരു കാഴ്ചപ്പാട് കാരണം കൊണ്ട് തന്നെ 20 ആലോചനകൾ വന്നിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ നിലപാട്, ഈശോയെ പ്രതിയുള്ള എൻ്റെ നിലപാട് അറിയിച്ചതിനെ പ്രതിയാണ് പല കാര്യങ്ങളും നടക്കാണ്ട് പോയത്. അതിലൊന്നും എനിക്ക് വിഷമമില്ല. അപ്പം മറ്റു പല കാര്യങ്ങളും കൊണ്ടുപോയിരിക്കും. പക്ഷേ അവസാനം 20ാമത്തെ ആള്, അത് ഒത്തിരി സമാധാനമായിരുന്നു എനിക്ക്. ആ ഒരു പ്രൊപ്പോസൽ വന്നതും റിസീവ് ചെയ്തതും അത് ഞങ്ങൾ ഫോർവേഡ് ചെയ്തതൊക്കെ ഈശോയോടൊപ്പം തന്നെ ആയിരുന്നു. അപ്പോൾ ഇന്നും ആ ഒരു ഈശോയ്ക്ക് വേണ്ടി എടുത്ത ആ ഒരു നിലപാടിൽ ഈശോ ഇപ്പോഴും എനിക്ക് ആ പരിപാലന തരുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഈശോ അത് എത്രയോ വില മതിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈശോയ്ക്ക് നന്ദി. ശരിക്കും എൻ്റെ ഒരു വിവാഹാലോചനകളുടെ ഒരു സ്ട്രഗിൾ പീരീഡ് ആയിരുന്നു. എന്നെ ഏറ്റവും, അതായത് സ്വർണത്തെ ഉരുക്കി വിശുദ്ധീകരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ആ ഒരു 4 വർഷം. കാരണം വിവാഹാലോചനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്കുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ അവർ ഫോഴ്സ്ഡാണ് നേരത്തെ കല്യാണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രഷർ ഞാൻ നേരിടേണ്ടി വരും, നോർമലി ഉള്ളത്. അപ്പോഴും ചിലപ്പോൾ മറ്റുള്ളവർ വിചാരിച്ചു കാണും എനിക്ക് വേറെ ഏതെങ്കിലും ബന്ധം ഉണ്ടോ എന്നൊക്കെ അവർ ചിന്തിച്ച് കാണുമായിരിക്കും. പക്ഷെ എൻ്റെ ബന്ധം എപ്പോഴും കർത്താവിനോടായിരുന്നു. അപ്പോൾ അത് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേറെ ഒരു. അപ്പോൾ അന്ന് ഞാൻ അനുഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ പൗലോസിൻ്റെ അനുഭവമായിരുന്നു. കാരണം പൗലോസ് ഈശോയുടെ എതിരെ പോയിട്ട് ഈശോയെ തിരിച്ചറിഞ്ഞപ്പോൾ
അത്രയും തന്നെ ശക്തിയിൽ തിരിച്ച് ഈശോയ്ക്ക് വേണ്ടി വന്ന ആളാണ്. അപ്പോൾ എനിക്കിപ്പോഴും ആ ഒരു ചിന്തയാണ് എന്നെപ്പറ്റി ഞാൻ ഓർക്കുന്നത്. അപ്പം പൗലോസ് അനുഭവിക്കുന്ന ആ ഒരു സാഹചര്യങ്ങളോട് ചേർത്ത് എനിക്ക് പോകാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഈ സഹനങ്ങൾ വരുമ്പോൾ ഞാൻ ഈശോയ്ക്ക് നന്ദി പറയാറ്. കാരണം ഈശോ എനിക്ക് വേണ്ടി ചെയ്തതിന് ചേർത്ത് വയ്ക്കാനുള്ള എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ഈ സഹനങ്ങൾ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഞാൻ ആ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകുമ്പോൾ വിഷമിച്ചിരുന്നില്ല. ഈശോ എനിക്ക് എന്തുകൊണ്ട് ഈ പരീക്ഷണം തന്നു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് വേണ്ടി ഈശോ എല്ലാം തന്നിരുന്നു. എനിക്കിനി കൂടുതലൊന്നും ചോദിക്കാനില്ല, ഈശോയ്ക്ക് വേണ്ടി ആയിരിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സഹനങ്ങൾ എൻ്റെ ഒരു വിശദീകരണം, എനിക്ക് ഈശോ തരാൻ പോകുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള വിശദീകരണത്തിന് വേണ്ടിയൊക്കെ സമർപ്പിച്ചിരുന്നു. പ്രാർത്ഥനയിൽ എപ്പോഴും അത് ചേർത്ത് വെച്ചിരുന്നു. അങ്ങനെ എനിക്കറിയാം ഈശോ ഒരിക്കലും അത് എന്നെ അത് കൺസിഡർ ചെയ്യും. ആ ഒരു കാര്യം എന്നെ അതിൽ കൂടെ നടത്തും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം അന്നും ഇന്നും. അതിപ്പോഴും ഈശോ ആ വാക്ക് പാലിക്കുന്നു, വാക്കിൽ വിശ്വസ്തൻ. അതിപ്പോഴും ആ ഒരു ബോധ്യം നമുക്ക് തരുന്നുണ്ട്. ഞങ്ങളുടെ വിവാഹ ജീവിതം ആരംഭിച്ച് അധികം താമസിയാതെ തന്നെ വിദേശത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ഓഫർ എനിക്ക് വന്നിരുന്നു. അന്ന് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും ഒരുമിച്ച് ജീവിച്ചാൽ മതി. നിങ്ങൾ എന്നെയാണ് വിവാഹം കഴിച്ചതെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പമാണ് ജീവിക്കേണ്ടത്. അതല്ല പണത്തെയോ ജോലിയാണ് വിവാഹം കഴിച്ചതെങ്കിൽ നിങ്ങൾ വേറെ സ്ഥലത്ത് ജോലിക്ക് പോയിക്കോളൂ. അപ്പം അങ്ങനെ ഒരു നിലപാടെടുത്തപ്പോഴേക്ക് ഞാൻ എന്തായാലും തീരുമാനിച്ചു, എന്തായാലും ഇപ്പോൾ കഞ്ഞി വാങ്ങിച്ചു കൊടുത്താലും പരാതി പറയാത്തൊരു ഭാര്യയാണ്. അതുകൊണ്ട് ഒരു ജോലിയുടെ മോഹന വാഗ്ദാനങ്ങൾക്കപ്പുറത്തേക്ക് കുടുംബമായിട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അങ്ങനെ വന്നു. ഞങ്ങൾ പുള്ളിക്കാരത്തിയുടെ ജോലി ഗവൺമെൻറ് സർവീസിലായതുകൊണ്ട് തന്നെ 3 വർഷം 4 വർഷം കൂടുമ്പോൾ ഓരോ ജില്ലകളിലും മാറി മാറി ട്രാൻസ്ഫർ വരികയും ഓരോ സ്ഥലങ്ങളിൽ മാറിയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ രണ്ടാമത്തെ മോള്, അവൾക്ക് ചെറിയൊരു ക്രോണിക് ഡിസീസ് ഐഡൻറ്റിഫൈ ചെയ്തു. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ കൊല്ലത്ത് താമസിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. നെഫ്രോട്ടിക് സിൻഡ്രം ആണെന്ന് അറിഞ്ഞു. അപ്പോൾ അവൾക്ക് കൊടുക്കുന്ന മരുന്നുകളൊക്കെ വളരെ ശക്തിയേറിയ മരുന്നുകളാണ്. ഈ മരുന്നിൻ്റെ റിയാക്ഷൻ എന്നോണം അവളുടെ പ്രതിരോധ ശക്തിയൊക്കെ വളരെ കുറവായിരുന്നു. അപ്പം വീടുകളിൽ മീനുകളൊക്കെ കൊണ്ടുവന്ന് തരുന്ന സ്ത്രീകളിൽ നിന്നാണ് ഞങ്ങൾ വീട്ടിൽ ആവശ്യമുള്ള മീനെല്ലാം വാങ്ങിയിരുന്നത്. ഒരു തവണ വീട്ടിൽ കൊണ്ടുവന്ന മത്സ്യം കഴിച്ചിട്ട് വീട്ടിലുള്ള എല്ലാവർക്കും വയറിന് അസുഖമൊക്കെയായി. അപ്പം അന്ന് ഞാൻ തീരുമാനിച്ചു, എൻ്റെ ഈ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ഓർത്തെങ്കിലും ഞാനൊരു എക്സ്ട്രാ മൈല് എന്തായാലും എടുക്കേണ്ടതാണ്. ഈ മാർക്കറ്റിൽ നിന്നുള്ള മീൻ വാങ്ങുന്നത് അവസാനിപ്പിക്കാം. ഞാൻ അന്ന് രാത്രി കൊല്ലം ഹാർബറിൽ, കൊല്ലം കടപ്പുറത്ത് പോയി വള്ളക്കാർ കൊണ്ടുവരുന്ന മീനെ ലേലം വിളിച്ച് വാങ്ങിച്ചു. ഒത്തിരി മീനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് അവർക്കെല്ലാം അത് പങ്കുവെച്ച് കൊടുത്തു. അപ്പോൾ അവർക്ക് സന്തോഷമായി, എനിക്ക് സന്തോഷമായി. ഞാനതൊരു സ്ഥിര സംവിധാനമാക്കി മാറ്റി. എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള മത്സ്യം ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ കടപ്പുറത്ത് നേരിട്ട് പോയി മത്സ്യം ലേലം വിളിച്ച് വാങ്ങിച്ച് അത് മറ്റുള്ളവർ കൂടെ പങ്കുവയ്ക്കാൻ തുടങ്ങി. ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് താമസം മാറിയപ്പോഴും ഞാൻ അവിടെയും ചില ജീസസ് യൂത്ത് സുഹൃത്തുക്കളെയൊക്കെ കണ്ടെത്തി കടപ്പുറത്ത് നേരിട്ട് പോയി മത്സ്യം ലേലം വിളിച്ച് വാങ്ങി എന്നോടൊപ്പം ജോലി ചെയ്ത സുഹൃത്തുക്കൾക്കും മറ്റ് ജീസസ് യൂത്ത് കുടുംബങ്ങൾക്കൊക്കെ വീതിച്ചു കൊടുക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ പലർക്കും അത് വൃത്തിയാക്കി കിട്ടാനുള്ള അസൗകര്യം പറഞ്ഞപ്പം അത് വൃത്തിയാക്കി എടുക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാക്കി. ചില ജീസസ് യൂത്തുകളിലെ അമ്മമാരെയൊക്കെ സഹായത്തിന് വിളിച്ചു. അവർക്ക് നല്ലൊരു വരുമാനം കൊടുക്കാനും ഹോം ഡെലിവറി ആയിട്ട് മീൻ കൊടുക്കാനൊക്കെ ആയിട്ടുള്ളൊരു പരിപാടിയൊക്കെ ഞാൻ അതിനൊപ്പം ആരംഭിച്ചു. അപ്പം എന്നെ സംബന്ധിച്ച് വളരെ ക്വാളിറ്റിയുള്ള വിഷമില്ലാത്ത മത്സ്യം എൻ്റെ വീട്ടിൽ കിട്ടുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും അത് കൊടുക്കാനായിട്ടൊരു സാഹചര്യം കർത്താവ് ഒരുക്കി തന്നു. അതിനോടൊപ്പം തന്നെ അതിന് കഷ്ടപ്പെട്ട ആളുകൾക്കെല്ലാം ചെറിയൊരു വരുമാനം കിട്ടാനുള്ളൊരു സാധ്യത. കോവിഡ് കാലത്ത് പോലും കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ പോലും ഈ മത്സ്യം ഹോം ഡെലിവറി കൊടുക്കാനായിട്ട് കർത്താവ് എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു സംരംഭകനാകണമെന്നുള്ള ചിന്ത ആ കാലഘട്ടത്തിലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ജീസസ് യൂത്തിൻ്റെ ഫോർമേഷനിലൂടെ കടന്നുപോയപ്പോൾ, ജീസസ് യൂത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ജീസസ് യൂത്ത് മുന്നേറ്റത്തിലുള്ള കടന്നു പോകുന്ന എല്ലാവർക്കും പങ്കെടുക്കേണ്ട ഒരു ട്രെയിനിങ് ആണ് ഫോർമേഷൻ എന്ന് പറയുന്നത്, ജീസസ് യൂത്ത് ഫോർമേഷൻ.
ഈ ഫോർമേഷനിൽ കടന്നു പോയപ്പോൾ അതിലാണ് എന്നെ തന്നെ കണ്ടെത്താനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയത്. അതിന് ഉപോത്ബലകമായത് കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ ചെയ്ത പല പരീക്ഷണങ്ങളും, ഭക്ഷണ സാധനങ്ങളാണെങ്കിലും വീട്ടുപയോഗ സാധനങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ ഞാൻ ഉണ്ടാക്കിയും അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടത്തി പലതും പരാജയപ്പെടുമ്പോഴൊക്കെ കൂടുതൽ ആവേശത്തോടെ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും അത് കൂടുതൽ നല്ലതായിട്ട് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ കൂടുതൽ റിസർച്ചുകൾ നടത്തി ഞാൻ ഉണ്ടാക്കിയ ഓരോരോ സാധനങ്ങളെയും കൂടുതൽ മൂർച്ച കൂട്ടി റിഫൈൻ ചെയ്ത് കോവിഡ് കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീട്ടാവശ്യത്തിനുള്ള കുറേ തരം വസ്തുക്കൾ ഞാൻ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. നേരത്തെ ഞാൻ പറഞ്ഞു ഞാനൊരു സംരംഭകനാണെന്നുള്ള ആഗ്രഹം അന്ന് എനിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ ആ ഒരു ജീസൂത്തിൻ്റെ ഫോർമേഷനിലൂടെ കടന്നു പോയപ്പം എന്നെ കണ്ടെത്താൻ, സ്വയം കണ്ടെത്താനായിട്ടുള്ളൊരു അവസരം കർത്താവ് എനിക്ക് തന്നു. അപ്പോൾ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ എന്നെക്കുറിച്ചുള്ളൊരു പത്രവാർത്ത എഴുതാനായിട്ട് ഒരു ഹോംവർക്കിൽ ഞാൻ എഴുതി വെച്ചു. ഈ വർഷത്തെ യുവ സംരംഭകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് സുജിമോന് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു വാർത്ത എഴുതി. ഞാനത് അന്ന് എൻ്റെ മനസ്സിൽ ജസ്റ്റ് ഒരു ചിന്ത വന്നുകൊണ്ട് ഞാൻ എഴുതിയെങ്കിലും ഞാനത് കാര്യമാക്കിയില്ല. പക്ഷേ കർത്താവ് എന്നെ ഈ സംരംഭകനാകാനുള്ള വഴിയിലേക്ക് കൈപിടിച്ച് നടത്തുകയായിരുന്നു. ജീസസ് യൂത്തിൻ്റെ ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഹോംവർക്കിലാണ് ഞാൻ ഈ ഒരു ആക്ടിവിറ്റി ചെയ്തത്. എന്നെക്കുറിച്ചുള്ളൊരു പത്രവാർത്ത ഞാൻ എഴുതി വെച്ചു. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, പല സംസ്ഥാനങ്ങളിലും. ഞാൻ അവസാനം ഒക്കെ വർക്ക് ചെയ്തിരുന്നത് ഓരോ സംസ്ഥാനങ്ങളിലെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടൊപ്പമായിരുന്നു. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ എൻ്റെ ലാംഗ്വേജുകൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഈശോയെ പറ്റി പങ്കുവയ്ക്കാനായിട്ട് കർത്താവ് എനിക്ക് അവസരം തന്നിട്ടുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ ഒരു വനിതാ പോലീസുകാരി ഒരു ദിവസം കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ് അവരുടെ ജോലി സ്ഥലത്ത്. ഞാൻ നാളെ ഈ ജോലിക്ക് ഉണ്ടാവില്ല, ഞാൻ രാജിവെച്ച് പോവുകയാണെന്ന് പറഞ്ഞ് ഒരു സങ്കടപ്പെട്ട് പോവാണ്. അപ്പം ഞാൻ അവരെ വിളിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ അവർക്കുണ്ടായ ഒത്തിരി തിക്താരിമകളെ പറ്റിയൊക്കെ അവരെന്നോട് പങ്കുവച്ചു. എനിക്കറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ കേട്ടതും ഞാൻ പഠിച്ചതുമായ ഈശോയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പങ്കുവച്ചു. അവർ അത് കേട്ടുകൊണ്ട് പോയി. പിറ്റേ ദിവസം ഒത്തിരി പ്രസന്നവതയായ മുഖത്തോടെ അവർ വന്നിട്ട് പറഞ്ഞു, ഞാൻ ജോലിയൊന്നും രാജിവെക്കുന്നില്ല. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ഇത്ര നല്ലതായി സംസാരിക്കുന്ന ഒരാളെ ഇന്ന് കണ്ടുമുട്ടിയെന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. എനിക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഓർക്കുകയാണ്, അവരുടെ മേശപ്പുറത്ത് അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ രൂപമായിട്ട് മാത്രമേ അവർ എല്ലാ ദിവസവും വരികയുള്ളൂ. അവരവിടെ പ്രാർത്ഥനയും പൂജയൊക്കെ നടത്തിയിട്ട് അവർ അവരുടെ ജോലിക്ക് ഇരിക്കുകയുള്ളൂ. എന്നിട്ട് പോലും ഞാൻ പറഞ്ഞ ഈശോയെ പറ്റി കേൾക്കാൻ എത്രമാത്രം ആകാംക്ഷയോടെ അവർ കാത്തിരുന്നതാണ്. രസകരമെന്ന് പറയട്ടെ, 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ മറ്റൊരു വനിതാ പോലീസുകാരി എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. സാർ, ഇവരുടെ അമ്മായിയമ്മ ഇവരെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് അവരുടെ പരാതി. ഈ പെൺകുട്ടി ആത്മഹത്യക്ക് പോലും തയ്യാറെടുക്കുന്ന അവൾ എന്നോട് പറയുന്നത്. സാറ് എന്നോട് പറഞ്ഞ ഈശോയെ പറ്റി ഇവളോടും സംസാരിക്കണം. ഞാൻ ജീസസ് യൂത്തിൻ്റെ ഫാമിലിയുടെ ടീമിൻ്റെയൊക്കെ ഭാഗമായിരുന്നു. ഞാൻ കേട്ടതും ഞാൻ മനസ്സിലാക്കിയതുമായ ഫാമിലിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഒരു ജീസസിനെ ചേർത്ത് വെച്ചിട്ടുള്ള ഫാമിലി എങ്ങനെയാണെന്നുള്ള മറ്റേ കാര്യങ്ങളൊക്കെ ഞാൻ ആ പെൺകുട്ടിയോട് പങ്കുവച്ചു. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പങ്കുവച്ചു. ആ കാലഘട്ടത്തിൽ ഓൺലൈൻ കുർബാന നടക്കുന്ന സമയമാണ്. കുമ്പസാരങ്ങൾ കിട്ടുന്നില്ല. ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് തന്നെ ഏകദേശം 3-4 മാസത്തെ കാലമായി ഞാൻ ഓൺലൈനായിട്ടാണ് കുർബാന കൂടുന്നത്. ഞാൻ ഈ ഈശോയെ പങ്കുവയ്ക്കുന്ന സമയത്തും ഞാൻ വിശുദ്ധ കുർബാനയൊന്നും സ്വീകരിച്ചിട്ടില്ല. എനിക്ക് അവിടെ വെച്ചൊരു അനുഭവം ഉണ്ടായി. ഞാൻ അവിടെ ഒരു പോലീസുകാർ ആഘോഷത്തിൻ്റെ സമയത്ത് എനിക്ക് ഒരു പ്രസാദമൊക്കെ കൊണ്ടു തന്നു. ഞാനതൊക്കെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് വയറിനൊരു ബുദ്ധിമുട്ട് വന്നു. ഒരു ദിവസം മുഴുവൻ ഞാൻ തീരെ അവശനായിട്ട് ഹോട്ടലിൽ കിടന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ഓഫീസർ പറഞ്ഞു, നീ നാട്ടിലേക്ക് തിരിച്ചു പോരും. ഞാൻ തിരിച്ചു വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് വയറിന് ശക്തമായൊരു വേദന ആരംഭിച്ചു. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ആ വേദന മാറുന്നില്ല. ഞാൻ എൻ്റെ ഭാര്യ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണിച്ചു, ഒരു ഡോക്ടറെ കാണിച്ചു, 2 ഡോക്ടറെ കാണിച്ചു, പല മരുന്നുകളും തന്നു. എൻ്റെ വേദനയ്ക്ക് കുറവില്ല.
അപ്പം എൻ്റെ ബ്രദർ ഇൻ ലോയും ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞു നമുക്ക് ഒന്ന് എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കാം. അങ്ങനെ എൻഡോസ്കോപ്പ് ചെയ്തു. എൻ്റെ വയറിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് വേദന, അസഹനീയമായ വേദനയാണ്. വേദന കൊണ്ട് പൊളഞ്ഞ് ഞാൻ കട്ടിൽ കിടന്ന് കരയുമ്പോൾ എൻ്റെ മക്കളൊക്കെ അടുത്ത് വന്ന് കരയും. പിന്നീട് സംശയം തോന്നി, എന്നാൽ നമുക്കൊന്ന് CT സ്കാൻ എടുത്ത് നോക്കാം. CT എടുത്ത് നോക്കി, എന്നിട്ടും എൻ്റെ വയറിൻ്റെ വേദന എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച 2 ഗ്രൂപ്പുകൾ. ഒന്ന്, ഞാൻ അന്ന് ഭാഗമായിരുന്ന എൻ്റെ കേരളത്തിലെ ഫോർമേഷൻ ടീമിലെ ചേട്ടന്മാരും, ഞാൻ പോയ ഒറീസയിലെ അവിടെ ഉണ്ടായിരുന്ന ഒരു വൈദികനും അദ്ദേഹത്തിൻ്റെ ഒരു കരിസ്മാറ്റിക് കൂട്ടായ്മയിലെ അംഗങ്ങളും കൂടെ പ്രാർത്ഥിച്ച്, ഈ 2 ഗ്രൂപ്പുകളും പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ വയറ്റിൽ എന്തോ ഒരു സാധനം കയറിയിട്ടുണ്ട്, അത് പോവാതെ നിൻ്റെ വേദന മാറില്ല. അപ്പോൾ അവർ രണ്ടുപേരും എനിക്ക് 2 ഗ്രൂപ്പുകളും ശക്തമായ ഒരു മെസ്സേജ് തന്നു, പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ എന്നെ പാസ്റ്റർ ചെയ്യുന്ന വൈദികനോട് ഞാൻ എൻ്റെ വിഷമം പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം ആശ്രമത്തിലേക്ക് വരാൻ പറഞ്ഞു. ഞാനങ്ങനെ ആശ്രമത്തിലേക്ക് ചെന്നു. അദ്ദേഹം അവിടെ വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഡെലിവറൻസ് എടുത്തു. ഞാൻ പോയ വഴികൾ, ഞാൻ സന്ദർശിച്ച സ്ഥലങ്ങൾ, ഞാൻ സംസാരിച്ച വ്യക്തികൾ, ഞാൻ ഭക്ഷിച്ച ഭക്ഷണങ്ങൾ, എല്ലാ കാര്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ച് ബന്ധിച്ച് അദ്ദേഹം എനിക്ക് ഡെലിവറൻസ് തന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഇടവക വികാരിയെ എടുത്ത് പോയി കുമ്പസാരിക്കാൻ പറഞ്ഞു. ഞാനന്ന് കുമ്പസാരിച്ചു. അന്ന് ആ വൈദ്യൻ എന്നോട് പറഞ്ഞു, ഇവിടെ സ്പെഷ്യൽ കുർബാന നടക്കുന്നുണ്ട്, വളരെ കുറച്ച് പേർക്കായിട്ട് കുർബാന നടക്കുന്നുണ്ട്, അപ്പോൾ എന്തായാലും വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുർബാന അർപ്പിച്ച് വളരെ ശക്തമായ മരുന്ന് കഴിച്ച് വേദനയെ പിടിച്ചു നിർത്തിയിരുന്ന ഞാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ഓഫീസിൽ പോവുകയും യാത്ര ചെയ്യാനോ പുറത്തിറങ്ങാൻ പോലും പറ്റാതെ വേദന അനുഭവിച്ചിരുന്ന ഞാൻ അന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച ആ നിമിഷം മുതൽ എൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന ഈ തീരാവേദന മാറി. ഞാനന്ന് എൻ്റെ ഭാര്യയോട് പങ്കുവച്ചു. ആ സമയത്ത് കോവിഡിൻ്റെ കാരണത്താൽ തന്നെ വിശുദ്ധ കുർബാന പോലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടിരുന്ന സമയമാണ്. കോവിഡ് വന്ന് മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ വിശുദ്ധ കുർബാന മുടങ്ങാതെ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വിശുദ്ധ കുർബാന മുടങ്ങാതെ സ്വീകരിക്കാൻ തുടങ്ങി. ഞാൻ കഴിച്ചിരുന്ന ശക്തമായ മരുന്നുകളൊക്കെ അതോടെ ഞാൻ നിർത്തി. കർത്താവിനോട് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു, കർത്താവിൻ്റെ കൂദാശകൾ എത്ര വിലപ്പെട്ടതാണ്, നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും എത്രമാത്രം വിലപ്പെട്ടതാണ് അവൻ്റെ കൂദാശകളെന്ന്. ഒരു ഓൺലൈൻ കുർബാനയ്ക്കോ ഒരു ഓൺലൈൻ പ്രാർത്ഥനയ്ക്കോ തരാൻ പറ്റാത്ത ഒരു കൃപയാണ് നേരിട്ട് ഈ വിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ കുമ്പസാരത്തിലൂടെയും കർത്താവ് തരുന്നത് എന്നെ ഓർമ്മപ്പെടുത്തിയൊരു അനുഭവമായിരുന്നു. അതോടെ തന്നെ ഞാനും എൻ്റെ ഭാര്യയും ചിന്തിക്കാൻ തുടങ്ങി, ജോലിയിൽ നിന്നൊക്കെ മാറ്റം ആവശ്യമാണ്, ഈ തിരക്കുകളും ഈ കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് മാറ്റണം. ഞാൻ ഓൾറെഡി ഒരു മത്സ്യം മറ്റുള്ളവർക്ക് എടുത്ത് ലേലം വിളിച്ചെടുത്ത് എൻ്റെ ആവശ്യത്തിന് എടുക്കുന്ന കൂടാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്ത് തുടങ്ങിയിരുന്നതാണ്. കർത്താവ് അതിനെനിക്കൊരു വഴി കാണിച്ചു തരുന്നതായിട്ട് എനിക്ക് തോന്നി. അതിനിടയ്ക്കാണ് എൻ്റെ ഭാര്യയ്ക്ക് പത്തനംതിട്ടയ്ക്ക് ട്രാൻസ്ഫർ വരുന്നത്. അപ്പം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന എൻ്റെ കംഫർട്ട് സോണൊക്കെ മാറി പത്തനംതിട്ടയിലേക്ക് കുടുംബത്തെ മാറ്റി താമസിപ്പിച്ചു. മക്കളുടെ സ്കൂളിംഗ് എല്ലാം പത്തനംതിട്ടയിലായി. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ദീർഘയാത്രകൾ നടത്തിയിട്ട് ജോലിക്ക് വരണം. കർത്താവ് ശരിക്കും പറഞ്ഞാൽ എന്നെ പറിച്ചു നടന്നൊരു സമയമായിരുന്നു. എന്നെ നിർബന്ധിപ്പിക്കുകയായിരുന്നു എൻ്റെ ജോലിയിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട്. ഞാൻ പത്തനംതിട്ടയിലെ ഒത്തിരി സ്ഥാപനങ്ങളിൽ പതുക്കെ കുറച്ച് പച്ച മത്സ്യം കൊടുക്കാനായിട്ടൊക്കെ ആരംഭിച്ചു. അവിടെയുള്ള പല സ്ഥാപനങ്ങളും പുതിയ പുതിയ സ്ഥാപനങ്ങൾ എന്നെ കണക്ട് ചെയ്ത് തന്നു. ഞാൻ പതുക്കെ ഒരു വാഹനം, മീനെല്ലാം കൊടുക്കാനായിട്ട് ഒരു കൊമേഴ്ഷ്യൽ വാഹനം തന്നെ എടുക്കുന്ന തീരുമാനത്തിലേക്ക് വന്നു. അപ്പോഴേക്കും തന്നെ ഒരു ഡിസേൺമെൻറ്റിലേക്ക് ഞങ്ങൾ കടന്നിരുന്നു. ഞാൻ എൻ്റെ പാസ്റ്ററിങ് ചേരുന്ന വൈദ്യനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നോട് തീരുമാനം എന്താണെന്ന് ഞാൻ പറയില്ല, കർത്താവ് എന്നോട് പറയുന്ന മെസ്സേജ് എന്താണെന്ന് ഞാൻ പറയാം. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒരു ഏണി കാണിച്ചു തരുന്നുണ്ട്, അത് ചാരി വെച്ച് കയറിപ്പോവാനാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ 3 ദിവസം എടുത്തൊരു ഡിസേൺമെൻ്റ് എടുക്കുക. 1-ാമത്തെ ദിവസം അതിൻ്റെ പോസിറ്റീവ്സിനെ പറ്റി ചിന്തിക്കുക, സംസാരിക്കുക, ചർച്ച ചെയ്യുക. 2-ാമത്തെ ദിവസം അതിൻ്റെ നെഗറ്റീവ്സിനെ പറ്റി ചിന്തിക്കുക, ചർച്ച ചെയ്യുക. 3-ാം ദിവസം നിങ്ങൾ തീരുമാനമെടുക്കുക, ഡിസേൺ ചെയ്യുക, ഈ ജോലി തുടരണോ രാജിവെക്കണോ. ഞങ്ങളതുപോലെ 2 പേരും കൂടെ 3 ദിവസം എടുത്ത് പ്രാർത്ഥിച്ചു, ചിന്തിച്ചു, ചർച്ച ചെയ്തു. ഞങ്ങൾ അവസാനം തീരുമാനമെടുത്തു, കർത്താവ് ഏൽപ്പിച്ച കുടുംബത്തെ പ്രതി, കർത്താവ് ഏൽപ്പിച്ച ഈ മക്കളെ പ്രതി, എൻ്റെ ജോലിയേക്കാളും വലുതാണ് എൻ്റെ കുടുംബവും എൻ്റെ മക്കളും. കർത്താവ് എന്നെ ബലമേൽപ്പിച്ചതാണ്.
അതിനെ പ്രതി എൻ്റെ ജോലി രാജിവെക്കാനായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തു. ഞാനിത് എൻ്റെ ജോലി സ്ഥലത്ത് പറഞ്ഞപ്പോഴൊക്കെ അവർക്കത് ഞെട്ടലായിരുന്നു. സാധാരണ നല്ലൊരു ജോലിയും നല്ലൊരു പൊസിഷനും ഒക്കെ ഉള്ള ഒരാൾ അങ്ങനെ ഒരു ജോലിയൊക്കെ ഇട്ടെറിഞ്ഞ് പ്രത്യേകിച്ചൊരു ഭാവിയൊന്നും കാണാതെ ആർക്ക് കുറച്ച് മീനെടുത്ത് വിൽക്കുന്ന അതും എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ദഹിക്കാൻ പറ്റാത്ത ഒരു ഫീൽഡിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ ആർക്കും ദഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ കർത്താവ്, എൻ്റെ സ്വർഗത്തിലപ്പൻ അത്ര ഉറപ്പിച്ച് എന്നെ പരിപാലിക്കും, എൻ്റെ കുടുംബത്തെ പോറ്റുമെന്നുള്ള ഒരു ബോധ്യമുണ്ടായിരുന്നതിനാലും ഞാൻ സ്വയം കണ്ടെത്താനായിട്ട് കർത്താവിനെ സഹായിച്ചതിനാലും എനിക്ക് മറ്റാരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഞാൻ എന്ത് തൊഴിൽ ചെയ്താലും അത് ഉയർന്നതോ കുറഞ്ഞതോ എന്ന തൊഴിലിനപ്പുറത്തേക്ക് അത്ര വിലപ്പെട്ടതാണെന്നും ദൈവം വിലമതിക്കുന്നതിനെ ആർക്കും വില കുറച്ച് കാണാൻ പറ്റത്തില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ എന്നെ സഹായിച്ചു. ഞാൻ ആ തീരുമാനത്തിലേക്ക് കയറുന്നത് തന്നെ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം എൻ്റെ ഭാര്യയുടെ ജോലി സ്ഥലത്തേക്ക് ഞാൻ പോകണം. ഞാനൊരു തൊഴിൽ രഹിതനായിട്ട് മാറുകയാണ്. എൻ്റെ മുന്നിൽ അങ്ങനെ ശോഭനമായ ഭാവിയൊന്നും ഇല്ല. കുറച്ച് കടപ്പുറത്തുനിന്ന് കുറച്ച് മീനൊക്കെ എടുത്ത് ആർക്കെങ്കിലും കുറച്ച് സ്ഥാപനങ്ങളിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. ഒരു കാക്കി യൂണിഫോമൊക്കെ ഇട്ട് ഒരു കൊമേഴ്ഷ്യൽ വാനിൽ ഞാൻ കുറച്ച് മീനും എടുത്ത് കയ്യിലും കാലിലൊക്കെ ചെതുമ്പലൊക്കെ പിടിച്ച് ഞാനിത് കൊടുക്കാൻ തുടങ്ങുമ്പോഴും ആരെന്നെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയൊന്നും എനിക്കുണ്ടായില്ല. കാരണം എന്നെ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന എൻ്റെ അപ്പനാണ്, സ്വർഗത്തിലെ അപ്പനാണ്. അതിന് ഏത് തൊഴിലിനും അതിൻ്റെതായ വിലയുണ്ടെന്നും എൻ്റെ അപ്പൻ എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അവിടെ കടന്നു വരുന്നത്. 6 അക്ക ശമ്പളം വാങ്ങിച്ചിരുന്ന് ഞാൻ എൻ്റെ സംരംഭത്തിലേക്ക് കടന്ന് ഒരു മാസം കഴിയുമ്പോഴേക്കും എൻ്റെ സമ്പാദ്യം ഒരു 16,000 രൂപയാണ്. അന്ന് എൻ്റെ വീട്ടിൽ ജോലിക്ക് സഹായിക്കുന്നവർക്ക് 20,000 രൂപ ശമ്പളം കൊടുക്കുന്നു. അപ്പം ഞാൻ ഓർത്ത്, എൻ്റെ കർത്താവെ, എൻ്റെ ജോലിക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം പോലും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. പക്ഷേ അവിടെ നിന്ന് കർത്താവ് എന്നെ ചേർത്ത് നടത്തി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും നോമ്പുകാലം ആരംഭിച്ചു. ഞാൻ മീൻ കൊടുത്തിരുന്ന എല്ലാ സ്ഥാപനങ്ങളും മീനെടുക്കുന്ന നിർത്തി. എൻ്റെ ബിസിനസ് 20% ചുരുങ്ങി. എൻ്റെ ഭാര്യയുടെ ഒരു പേ സ്ലിപ്പിൻ്റെ ഒരു എറർ കാരണം ഭാര്യയുടെ ശമ്പളം മുടങ്ങി. എനിക്ക് വരുമാനമില്ല, എൻ്റെ ഭാര്യയ്ക്ക് വരുമാനമില്ല. ഒരു എഞ്ചിനീയർ, ഒരു ഡോക്ടറുമായ ഒരു കുടുംബം മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേടിലേക്ക് കർത്താവ് പക്ഷെ എത്തിച്ചില്ല. ഞങ്ങൾ ആ പ്രതിസന്ധികളെ ലളിതമായ ജീവിതത്തോടെ ഞങ്ങൾ തരണം ചെയ്തു. വളരെ ലളിതമായ രീതിയിൽ തന്നെ ഞങ്ങൾ അതിനെ കൊണ്ടുപോയി. ആരോടും പരാതി പറഞ്ഞില്ല. കർത്താവ് നയിക്കുന്നുള്ള ഉറപ്പിൽ പോയി. ഞങ്ങൾ വഴിയോരത്ത് മീൻ വിൽപ്പന നടത്താനായിട്ട് തീരുമാനിച്ചു. ഞാൻ മീൻ വാങ്ങിക്കൊണ്ട് വന്ന് റോഡ് സൈഡിൽ വണ്ടിയിൽ ഞാൻ മീൻ വിൽക്കാൻ ആരംഭിച്ചു. എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്നെ വഴിയോര കച്ചവടക്കാരനായി മാറ്റിയതിനേക്കാളൊക്കെ ഞാൻ സന്തോഷിച്ചത് കർത്താവ് എന്നെ അത്തരത്തിലേക്ക് എളിമപ്പെടുത്തി എന്നുള്ളതായിരുന്നു എനിക്കുണ്ടായിരുന്നൊരു സന്തോഷം. ഒരു എൻജിനീയറായിട്ട് ഒത്തിരി സ്ഥാപനങ്ങളിലും ഒത്തിരി പോലീസ് ഓഫീസേഴ്സിൻ്റെ മുമ്പിൽ അവർക്ക് ക്ലാസ് എടുക്കുകയും ഈവൻ DGPമാരുടെ മുമ്പിൽ പോയി സംസാരിക്കാനായിട്ട് അവസരം തന്ന എന്നെ വഴിയോരത്ത് മീൻ വിൽക്കുന്ന, പച്ചമീൻ വിൽക്കുന്ന ഒരാളാക്കി കർത്താവിനെ മാറ്റിയതിൽ ഞാൻ സന്തോഷിച്ചു. എന്നെ എളിമപ്പെടുത്തിയത്, എൻ്റെ ഉള്ളിലുള്ള അഹങ്കാരങ്ങളൊക്കെ മാറ്റാനായിട്ട് കർത്താവ് ഇടവരുത്തി. പക്ഷെ അവിടെ നിന്ന് കർത്താവ് എന്നെ പടിപടിയായി വളർത്തിയെന്ന് പറയാം. ഞാനങ്ങനെ പത്തനംതിട്ടയിൽ ആദ്യമായിട്ട് ഒരു ചെറിയ കട തുടങ്ങാൻ തീരുമാനിച്ചു. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ തുച്ഛമായ വാടകയ്ക്ക് കിട്ടുന്ന ഒരു കടമുറി എനിക്ക് കിട്ടി. കർത്താവ് കാണിച്ചു തന്നു. കണ്ണായ സ്ഥലത്തൊന്നുമല്ല, അധികം പേരുടെ ശ്രദ്ധയിൽപ്പെടത്തില്ല, എങ്കിലും എനിക്ക് പറയാം എനിക്കൊരു സ്വന്തമായിട്ടൊരു കടയുണ്ടെന്ന്. ഞാനങ്ങനെ ഒരു കടമുറി ആരംഭിച്ചു. ഞാൻ ഉണ്ടാക്കുന്ന വൃത്തിയാക്കിയ മത്സ്യവും മത്സ്യത്തിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്റ്റുകളൊക്കെ വിൽക്കാനായിട്ട് തീരുമാനിച്ചു. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ കേരള ഗവൺമെൻറ്റിൻ്റെ വ്യവസായ വകുപ്പ് നടത്തിയ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തു. മത്സ്യത്തെ എങ്ങനെ സംസ്കരിക്കാമെന്നും എങ്ങനെ മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കാമെന്നൊക്കെ ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് പഠിച്ചു. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ സമീപിച്ചു, അവരുടെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തു. അതെല്ലാം ഞാൻ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ തുടങ്ങി. ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന എക്സിബിഷനിൽ പങ്കെടുത്തു. അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളെ പറ്റി ഫീഡ്ബാക്ക് എടുത്ത് ഞാൻ അതിനെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ കട ആരംഭിച്ച് ഞാൻ ആ കടയിലൂടെ ഞാൻ നിർമ്മിക്കുന്ന വസ്തുക്കൾ വിൽക്കാൻ ആരംഭിച്ചു.
പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ കടയിലൂടെ ഒരു സ്റ്റാഫിനെ നിർത്തി ഒരു മാസ ശമ്പളം കൊടുക്കുന്ന ഒരു തൊഴിൽ ദാതാവായി കർത്താവിനെ മാറ്റിയതായിട്ടാണ് ഞാൻ പിന്നെ കണ്ടത്. ഇന്ന് എനിക്ക് പത്തനംതിട്ടയിൽ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ നോക്കാനായിട്ട് ഞാനൊരു സ്റ്റാഫിനെ ഏർപ്പാടാക്കി. വലുതല്ലെങ്കിലും തരക്കേടില്ലാതെ വരുമാനം ലഭിക്കുന്ന ഒരു കുഞ്ഞു സ്ഥാപനമാക്കി കർത്താവ് എൻ്റെ ഒരു കൊച്ചു കടയെ മാറ്റി. എനിക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റുക, എനിക്കൊരു സ്ഥാപനമുണ്ട്, എൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം ഞാൻ അവിടെ വിൽക്കുന്നുണ്ട്. അതെൻ്റെ ബ്രാൻഡ് ഷോപ്പാണ്. ഞാനതിനൊരു പേരിട്ടു, ഈശോയുടെ തന്നെ പേരിട്ട് ഞാനതിനെ ബ്രാൻഡ് ചെയ്തു. ഇക്തൂസ് എന്നുള്ള എൻ്റെ പാസ്റ്റർ വൈദ്യം നിർദ്ദേശിച്ച പേര്, ഇസൂസ് ക്രിസ്തോസ് തൈസ് അയോസിസ് ജീസസ് ക്രൈസ്റ്റ് സൺ ഗോഡ് സേവിയർ എന്ന ഗ്രീക്ക് വാക്കിനെ എൻ്റെ ബ്രാൻഡ് നാമമാക്കി ഞാൻ മാറ്റി. ഈശോയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മത്സ്യത്തിൻ്റെ സിമ്പലും ഞാൻ ബ്രാൻഡ് ചെയ്ത് ഞാൻ എൻ്റെ സ്ഥാപനത്തിന് പേരിട്ടു, ബ്രാൻഡ് ചെയ്തു. എലോയ് എൻ്റർപ്രൈസ് എന്നുള്ള എലോയ് ലാമ സവക്താനി എന്ന വാക്കിലെ എൻ്റെ ദൈവമേ എന്നുള്ള വാക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്തു. അങ്ങനെ എൻ്റെ ഒരു സ്ഥാപനം ഞാൻ സ്ഥാപിച്ചു. എന്നെ പല സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ പല ഗവേഷണ സ്ഥാപനങ്ങളും എന്നെ അതിന് സഹായിച്ചു. എൻ്റെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ അതിന് ട്രെയിനിങ്ങിലൂടെ എനിക്ക് നിർദ്ദേശങ്ങൾ തരാനൊരു സഹായിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ നിർമ്മാണ യൂണിറ്റ് അർത്തുങ്കലിൻ്റെ മണ്ണിൽ ഞാൻ ആരംഭിച്ചു. ഞാൻ ആദ്യം തുടങ്ങുന്നത് ഒരു മത്സ്യ സംസ്കരണ യൂണിറ്റ് എന്ന രീതിയിലാണ് തുടങ്ങിയതെങ്കിലും കർത്താവിനെ അതിൽ നിന്നും വളർത്തുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ അതിനെ ഒരു ഭക്ഷ്യ സംസ്കരണ യൂണിറ്റായി, ഒരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റായിട്ട് മാറ്റി. മത്സ്യത്തിൻ്റെ മാത്രമല്ല മറ്റ് ഭക്ഷ്യവസ്തുക്കളും അതിൽ നിന്ന് ആ യൂണിറ്റ് നിർമ്മിക്കാൻ തുടങ്ങി. എൻ്റെ പാരൻസ് താമസിക്കുന്ന അതേ കോമ്പൗണ്ടിൽ തന്നെ ഞാനൊരു കുഞ്ഞു യൂണിറ്റാണ് സ്ഥാപിച്ചത്. ഞാൻ അതിനകത്ത് കണ്ടൊരു കാര്യം, ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ കഷ്ടപ്പെട്ടു. ഞാനും എൻ്റെ കുടുംബവും കഷ്ടപ്പെട്ടു. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചതൊക്കെ പത്രോസിനെയും അന്ത്രയോസിനെയും യോഹന്നാനെയും യാക്കോബിനെയൊക്കെ തിരഞ്ഞെടുത്തത് അവർ തൊഴിൽ ചെയ്തിരുന്ന സമയത്താണ്, അധ്വാനിച്ചിരുന്ന സമയത്താണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ അധ്വാനിക്കാൻ തയ്യാറാണ്. ഞാൻ ഏത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും അതിൻ്റെ ആദ്യ പങ്ക് എൻ്റെ ഭവനത്തിൽ എൻ്റെ മക്കൾക്ക് ഉപയോഗിക്കാനായിരിക്കും ഞാൻ കൊടുക്കുക. ആ ഒരു ക്വാളിറ്റിയിലായിരിക്കും ഞാൻ ഏത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും ഞാൻ കൊടുക്കുക. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കാൻ എന്നെ സഹായിക്കണം. ഇന്നും ഞാൻ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും അതിലെ ആദ്യ പങ്ക് എൻ്റെ വീട്ടിലാണ് കൊടുക്കുക. എൻ്റെ വീട്ടുകാരാണ് ആദ്യം ഇത് ടേസ്റ്റ് ചെയ്യുക. അതിനുശേഷമേ ഞാനൊരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റായിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കുള്ളൂ. ഇതാണ് എൻ്റെ പാരൻസ്. പപ്പ തങ്കപ്പൻ റിട്ടയർഡ് സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു KSRTCയിൽ. അമ്മ മറിയാമ്മ, റിട്ടയർഡ് സ്കൂളിലെ ക്ലർക്കായിരുന്നു. ഈ കാണുന്നതാണ് എൻ്റെ ചെറിയ സംരംഭം. എൻ്റെ മാതാപിതാക്കൾ താമസിക്കുന്ന വീടിലെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ ഒരു കുഞ്ഞു സംരംഭം ഇവിടെ ആദ്യത്തെ യൂണിറ്റായിട്ട് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങളെല്ലാ ഫുഡ് പ്രൊഡക്ട്സുകളും നിർമ്മിക്കുന്നത് ഈ യൂണിറ്റിൽ നിന്നാണ്. അതിൻ്റെ മേൽനോട്ടത്തിലെല്ലാം എൻ്റെ മാതാപിതാക്കൾ എന്നെ സഹായിക്കുന്നുണ്ട്. ഇവരുടെ പിന്തുണയോടെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. ഒരു സംരംഭന നിലയിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം ഇന്ന് കേരളത്തിൽ പൊതുവെയുള്ളൊരു ധാരണയാണ്, കേരളത്തിൽ ഒരു കാര്യവും വിജയിപ്പിക്കാൻ പറ്റില്ല, കേരളത്തിൽ ആർക്കും ഒന്നും വിജയിപ്പിക്കാനോ രക്ഷപ്പെടാനോ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഒത്തിരിയേറെ യുവജനങ്ങൾ കേരളവും രാജ്യവും വിട്ടു പോകുന്നത്. അത് തെറ്റാണെന്ന് ഞാൻ പറയുകയല്ല, മറിച്ച് കേരളത്തിൽ നമുക്ക് സംരംഭങ്ങളെ വിജയിപ്പിക്കാൻ സാധിക്കും. നമ്മൾ വ്യക്തമായ ഹോംവർക്ക് നടത്തി ഇവിടുത്തെ ചലഞ്ചസിനെ നേരിടാനുള്ള തീരുമാനത്തിലും ദൈവത്തിലും വിശ്വാസം അർപ്പിച്ച് നമ്മൾ ഇറങ്ങിയാൽ നമുക്കതിനൊക്കെ വിജയിപ്പിക്കാൻ പറ്റും. അതിനെന്നെ പിൻബലം നൽകിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, നമ്മുടെ കേരളത്തിലെയും കേന്ദ്രത്തിൻ്റെയും സർക്കാരുകളിലെ ഗവേഷണ സ്ഥാപനങ്ങളും അവിടുത്തെ ഉദ്യോഗസ്ഥർ അകവഞ്ഞ സപ്പോർട്ടാണ്. രണ്ടാമത്തത്, കോൾപിംഗ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നൊരു സംരംഭകരുടെ ഒരു കൂട്ടായ്മ തന്നെ ലോകം മുഴുവനും പന്തലിച്ച് കിടക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഒരു സ്വയം സംരംഭരാകുക, മറ്റുള്ളവരെയും അതിലേക്ക് വളർത്തുക, സ്വയം പര്യാപ്തരാകുക എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു വലിയൊരു കൂട്ടായ്മയാണ്. അതിന് ആലപ്പുഴ രൂപതയിൽ തന്നെ വളരെ ശക്തമായ സാന്നിധ്യം ഈ കോൾപിംഗ് സൊസൈറ്റിക്കുണ്ട്. ആലപ്പുഴ രൂപത ഡയറക്ടറാണ്, അർത്തുങ്കൽ ഇടവക വികാരിയും ആലപ്പുഴ രൂപത ഡയറക്ടറും കൂടെയാണ് ഈ ഒരു സ്ഥാപനം തന്നെ ഉദ്ഘാടനം ചെയ്തത്. ഞാൻ അത്തരം ഒരു കോൾപിംഗ് സൊസൈറ്റിയുടെ
അർത്തുങ്കൽ ഒരു യൂണിറ്റിൻ്റെ ഭാഗമാണ്. ഇങ്ങനത്തെ കോൾപ്പിംഗ് ഗ്രൂപ്പുകളിലൂടെ ഒത്തിരി പേര് സംരംഭത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പുതിയ പുതിയ വഴികൾ അവർക്ക് തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളെ കണ്ടെത്തുകയും അതിനുവേണ്ടി കാര്യമായ ഹോംവർക്ക് നടത്തി നമ്മൾ ഇറങ്ങിത്തിരിക്കുകയും ചെയ്താൽ സംരംഭം തുടങ്ങുമെന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമോ അല്ലെങ്കിൽ പരാജയപ്പെടുന്നതിന് ഒരു സാധ്യതയുമില്ല. നമ്മൾ വിജയിച്ച് തെളിയിച്ചു കൊടുക്കാൻ പറ്റുന്ന, മറ്റുള്ളവരെ കൂടെ അതിലേക്ക് വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മാർഗം തന്നെയാണ് സംരംഭം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും അതിന് യാതൊരുവിധ കേടുപാടുകളോ മാലിന്യങ്ങളോ വിഷാംശമോ കടക്കാതിരിക്കാൻ എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതൊരു സാമ്പത്തിക നേട്ടത്തിനേക്കാൾ അപ്പുറം ഒരു നന്മ, ഒരു ദൈവത്തെ അറിഞ്ഞ ഒരാൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം ആ രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അത് കർത്താവ് വിലമതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തോബിത്തിന്റെ പുസ്തകം 13-ാം അധ്യായം 6-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടും കൂടി കർത്താവിങ്കിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. ഈ വചനം ഈ കുടുംബത്തിന്മേൽ അനുഗ്രഹമായി മാറിയത് സത്യസന്ധമായി നിന്നപ്പോൾ ഈ കുടുംബത്തെ സംരക്ഷിക്കുന്നത് നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടുവല്ലോ. ഇതേപോലെ നമ്മുടെ കുടുംബങ്ങളിലും ദൈവാനുഗ്രഹങ്ങൾ പറന്നിറങ്ങുവാൻ ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം കാരണമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്.